പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയും നയനയും ചേർന്നിട്ട് ജലജയും കൊണ്ട് അഭിയും കൊണ്ട് മുട്ടൻ പണി തന്നെ എടുപ്പിക്കുകയാണ്. അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇന്നേ വരെ അതുപോലുള്ള ഒരു ജോലികൾ ജലജയോ അഭിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേവയാനി പറഞ്ഞിരിക്കുന്നത് മുറ്റമൊക്കെ ചാണകം തളിച്ചിട്ട് ശുദ്ധമാക്കാനാണ്. അത് കഴിഞ്ഞിട്ട് വിളക്കുകളൊക്കെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തുടച്ച് വൃത്തിയാക്കാനും ദേവയാനി ഏൽപ്പിച്ചിട്ടുണ്ട്. നവ്യ അറിയാതെയും കാണാതെയുമാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണിത് ചെയ്യുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവസാനം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സത്യം തുറന്ന് പറയേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ട് തന്നെ നവ്യ അറിയാതിരിക്കാൻ അവർ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നവ്യ ഇവർ ചെയ്യുന്ന കടുത്ത ജോലികൾ കണ്ടിട്ട് അഭി ഡ്രസ്സൊക്കെ അലക്കുകയും അയൺ ചെയ്യുകയും അതുപോലെ ജലജ അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് നയനയ്ക്കും ദേവയാനിക്കും വെച്ചുണ്ടാക്കി കൊടുത്ത് മുന്നിൽ കൊണ്ടുവയ്ക്കുന്നതും കാഴ്ച നവ്യ കാണാനിടയാകുകയാണ്. അതിൽ നവ്യയ്ക്ക് ഏറെ ഇഷ്ടകരമല്ലാത്ത ഒരു കാര്യം നമ്മുടെ അഭി ചന്തുമോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതും ജലജ അവളെ കളിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒന്നും തന്നെ നവ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അത് സഹിക്കാൻ വയ്യാതെ നവ്യ ഒടുവിൽ പ്രതികരിച്ച് അഭിയുടെ അടുത്തോട്ട് വരികയാണ്. നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്? നിന്നെയൊക്കെ തലകുനിച്ച് നിൽക്കാതെക്കാനുള്ള വഴികൾ നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സാലറി കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്തിനാ നീ അവർ പറഞ്ഞ അനുസരിച്ച് അടിമയെ പോലെ നിൽക്കുന്നത്? എന്തായാലും നീ മുതിർന്നവരെ ബഹുമാനം കൊണ്ടൊന്നും ചെയ്യുന്നതല്ല, ഇത് അടിമത്വമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉള്ളിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണ് ഇവരെ അടിമ പോലെ നിൽക്കുന്നത്? നീയും അമ്മയും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യം അവർ അറിഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണോ? എനിക്ക് ആ സംശയം എൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ദേവയാനി നയനയും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ ദേവയാനിയോട് കയർത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചൂടെ? എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുന്നത്? എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവും അമ്മായിയമ്മയും എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്, അല്ലാതെ ഞങ്ങളോടല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, വേണ്ട മോളെ വിട്ടേക്ക്, ഞങ്ങൾക്കൊരു പരാതിയും ഇല്ലല്ലോ, അവർ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോളാം. കാരണം ഞാനൊക്കെ പുറമ്പോക്ക് എന്നാണല്ലോ ഇവർ പറയാറുള്ളത്, അതുകൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ ജലജ, പുറമ്പോക്ക് എന്ന് പറഞ്ഞിട്ടാണോ നിന്നെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്? ഇനി ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമോ അതുപോലെ നവ്യയുടെ വായിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യമോ ഞങ്ങൾക്കില്ല. ഇതുവരെ ആദർശിനെ കുറ്റം പറഞ്ഞതൊക്കെ ഞങ്ങൾ സഹിച്ചു. സമൂഹത്തിൽ വരെ ആദർശിനെ ഇപ്പോൾ വല്ലാത്ത രീതിയിലാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചന്തുമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അത് ആരാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യാകെ ഷോക്കാവുന്നുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അമ്മായി എന്താ ഉള്ളിൽ എന്തോ വെച്ച് സംസാരിക്കുന്നത് പോലെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, മോളെ ഇനി ഞങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഇതുവരെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം സഹിച്ച് നിന്നത്. പക്ഷേ ഇനി ഇങ്ങനെ പീഡനം സഹിക്കാനോ ഇവരെ ചൊൽപ്പടിക്ക് നിൽക്കാനോ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാനോ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എൻ്റെ നടു ഒടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം നീ അറിയണം, ഇവന് നിന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു. ഇവൻ്റെ മോളാണ് ചന്തുമോള്, ആദർശിൻ്റെ മകളല്ല. ആദർശ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നവ്യാകെ ഷോക്കായിട്ട് എടാ അബി എന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടിന് ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, പലവട്ടം ഞാൻ നിന്നോട് ചന്തുമോളോട് അടുപ്പം കാണിക്കുന്ന സമയത്ത് നിൻ്റെ മകളാണോ എന്ന് ചോദിച്ചപ്പോൾ നീ കള്ളത്തരം പറഞ്ഞ് ആദർശേട്ടൻ്റെ മേലിട്ട് നീ കഴിച്ചിലാവുകയായിരുന്നല്ലേ, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലോടാ വഞ്ചക, ഇത്രയും കാലം നിന്നെ വിശ്വസിച്ചത് ഈ വഞ്ചകനെയാണല്ലോ, ഇവരെയൊക്കെ നല്ലവരായ ഇവരെയൊക്കെ ഞാൻ തള്ളി പറയുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ആ ഒരു സമയത്ത് ദേഷ്യം കൊണ്ട് അബിയുടെ മുഖത്ത് നല്ലോണം അടിക്കുന്നുണ്ട്. എന്നിട്ട് ജലജയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ അമ്മയാണോ? ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഞാൻ അറിയണ്ട എന്ന് കരുതിയിട്ട് നിൽക്കുകയായിരുന്നല്ലേ, നിങ്ങളൊക്കെ അമ്മയാണോ? നിങ്ങൾക്കൊക്കെ പോയി എന്തെങ്കിലും ചെയ്തൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നും പറയാനാവാതെ തലകുനിച്ച് നിൽക്കുകയാണ് ജലജയും അഭിയും. എന്നിട്ട് ഇനി നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാനുണ്ട്. എന്തായാലും നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു. ഈ അനന്തപുരി തറവാട് ഞാൻ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഞാൻ ധരിച്ചിരിക്കുന്ന തെറ്റായ ധാരണ കൊണ്ടാണല്ലോ സംഭവിച്ചത്. ഇതെനിക്ക് തിരുത്തിയേ പറ്റൂ എന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത നവ്യ അവിടെ നിന്ന് പോവുകയാണ്.